വർക്ക് 3 തരം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓർക്കുന്നുണ്ടോ? പോസിറ്റീവ് വർക്കുണ്ട്, നെഗറ്റീവ് വർക്കുണ്ട്, സീറോ വർക്കുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സും വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഫസ്റ്റ് ഹെഡിങ് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ, ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞ് താഴത്തേക്ക് അതിനെന്തുണ്ട്? വെയിറ്റ് ഉണ്ട്, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതുപോലെ തന്നെ അത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു മ്യൂഎസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പം ഇതെന്നാ ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതിനെയായിരുന്നു നമ്മൾ എസ് എന്ന് വിളിച്ചത്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫ് എന്നും വിളിച്ചപ്പം വർക്കിൻ്റെ ഇക്വേഷൻ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നായിരുന്നു. ഇനി നമ്മളുടെ ഇതാണ് ഒരു യൂണിഫോം ഫോഴ്സ് ആണ്, അല്ലെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ഫോഴ്സിന് ഒരു വ്യത്യാസവും വരുന്നില്ല, നോ ചേഞ്ച് ഇൻ ഫോഴ്സ്. ഫോഴ്സിന് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ വർക്കിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ശ്രീലക്ഷ്മി, ഫോഴ്സ് മാറുന്നില്ലെങ്കിൽ വർക്ക് മാറുമോ? ഫോഴ്സ് മാറുന്നില്ലെങ്കിൽ വർക്കിനും ഒരു ചേഞ്ചും ഇല്ല. ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ തുല്യമായ ഫോഴ്സ് 5 ന്യൂട്ടൺ കൊടുത്ത് ഇവനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ഫ്രിക്ഷനും എല്ലാം ആണെങ്കിൽ 5 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കൃത്യം തുല്യമല്ലേ? നമ്മളിപ്പോൾ ഒരു ഡെസ്ക് തള്ളാൻ തുടങ്ങി, തള്ളിക്കഴിഞ്ഞ് നല്ല ടയറുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളാണെന്ന് നോക്കുക. അത് നമ്മൾ തള്ളാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുത്താൽ ആ കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ അതിനുണ്ടാവുള്ളൂ. അപ്പം there is no change in work if there is no change in force. ഇങ്ങനെ വരുന്ന കേസിൽ പരീക്ഷയ്ക്ക് നമുക്ക് ഗ്രാഫ് തരും. ഇപ്പൊ ഇത്ര ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഇത്ര ഡിസ്പ്ലേസ്മെന്റ് കൃത്യം ഉണ്ടായാൽ വർക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. ഫോഴ്സ് തരുന്നത് ഇപ്പം 5 ന്യൂട്ടൺ എന്നിരിക്കട്ടെ, അത് ഈ ഒരു പോയിന്റിലാണ്. ആ ഒരു പോയിന്റിൽ ഫോഴ്സ് കൊടുത്താൽ എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എസ്. അത് ഇങ്ങോട്ട് കൂടി വരും, ഫോഴ്സ് ഇങ്ങോട്ടും കൂടി വരും. ഇപ്പൊ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ശരിയല്ലേ? അങ്ങനെ തുല്യമായ ഫോഴ്സാണ് കൊടുത്തത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയായിരിക്കും? തുല്യമായ ഡിസ്പ്ലേസ്മെന്റ് തുല്യമായ ഇന്റർവെല്ലില്. ഇപ്പോൾ 10 സെക്കൻഡ് എടുത്ത്, 20 സെക്കൻഡ് എടുത്ത്, 30 സെക്കൻഡ് എടുത്ത്, 40 സെക്കൻഡ് എടുത്ത്, 50 എടുത്ത്, 60. ഈക്വൽ ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പൊ 60 സെക്കൻഡ് വരെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഇതാ ഇങ്ങനെ വരയ്ക്കാം. സോ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഫോഴ്സിന്റെ വാല്യൂ അല്ലേ? ഈ ആക്സിസിലല്ലേ അപ്ലൈഡ് ചെയ്ത ഫോഴ്സ്? ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഇത്രയും വാല്യൂ ആണ് നമുക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്നാൽ ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഡബ്ല്യു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വർക്ക് ഈസ് ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്.
ഓർ ഏരിയ അണ്ടർ ദിസ് കർവ് എന്നൊക്കെ പറയാം. ശരിയല്ലേ? ഇവിടം വരെയുള്ള എഫിനെ ഇത്രയുള്ള എസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ ചതുരത്തിന്റെ ഏരിയ കിട്ടും. സോ ഏരിയ അണ്ടർ ദ കർവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയാണ് ഫോഴ്സ് എങ്കിൽ എഫ് ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ദ വർക്ക്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ വർക്ക് വരയ്ക്കാൻ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരച്ചു കഴിയുമ്പം, ഇതിപ്പം പറയാൻ കാരണം ഇങ്ങനെയുള്ള പടങ്ങൾ തന്നിട്ടാണ് ചോദ്യം വരുന്നത്. ചോദ്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇങ്ങനെ ഗ്രാഫ് വന്നു കഴിയുമ്പം കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അതിനടിയിലുള്ള ഏരിയ അണ്ടർ ദ കർവ് കണ്ടാൽ മതി. എന്തിന്? ടോട്ടൽ വർക്ക് കാണാം. സോ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എസ്. ഇവിടം വരെ ഉണ്ടായത് 50 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കിട്ടും വാല്യൂ? 5 ന്യൂട്ടൺ ഇൻറ്റു 50, I5 25, 250, അത്രയും ജൂള്. മനസ്സിലായോ കാർത്തി? ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ വർക്കിന്റെ അല്ലെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ കിട്ടും. അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഫോഴ്സും ഒരു വശം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് കഴിയുമ്പം മൊത്തം വർക്ക് കിട്ടും. അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ ഓർ ഏരിയ അണ്ടർ ദ റെക്റ്റാങ്കിൾ, ഏത് കണ്ടാലും എന്നാ കിട്ടും? നമുക്ക് നമ്മുടെ വർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഫോഴ്സ് വേരിയബിൾ ആണ്. സോ ഫോഴ്സ് നോട്ട് ബി എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല. അതായത് ആദ്യം ഞാൻ 5 ന്യൂട്ടൺ കൊടുത്ത് പിന്നെ 3 ന്യൂട്ടൺ കൊടുത്ത് പല പല ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളുടെ മുമ്പത്തെ പോലെ നമ്മുടെ XY ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ X ആക്സിസ്, ഇത് നമ്മളുടെ ഇത് നമ്മുടെ X ആക്സിസ്, ഇത് നമ്മുടെ Y ആക്സിസ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതാണ് നമ്മളുടെ ഫോഴ്സ്, ഇത് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല. ആദ്യം ഒരു 3 ന്യൂട്ടനെ തുടങ്ങി, 3 ന്യൂട്ടനെ കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ പോയി, ഫോഴ്സ് കൂട്ടിക്കൊണ്ട് വന്ന്, അപ്പം അതനുസരിച്ച് കർവ് പോയി, ഫോഴ്സ് കുറഞ്ഞ കർവ് താഴത്തോട്ട് താഴും. ഇങ്ങനെയൊക്കെ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ല, അല്ലേ? ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. സോ ദിസ് ഡയഗ്രാം നോട്ട് ബി എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത്. ഗ്രാഫിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അങ്ങനെ വരുന്ന കേസിൽ ഇൻഫിനിറ്റസിമലി സ്മോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിക്കുക. ഇവിടെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും മാത്സിൽ. ഇന്റഗ്രേഷൻ ഇതാണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഒരു കർവിനെ വളരെ ചെറിയ ഒരു വാല്യൂ ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓരോ പീസും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ, ശരിയല്ലേ? അപ്പൊ ഇത് X1 തുടങ്ങി X2 വരെയാണ് ഇതിനുണ്ടായ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും. ഇതിനകത്തെ ഒരെണ്ണം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പോലത്തെ ഒരെണ്ണത്തിന്റെ വാല്യൂ ഡെൽറ്റ എക്സ് വളരെ ചെറുതാണെന്നിരിക്കട്ടെ. ഡെൽറ്റ എക്സിന് എഴുതുന്ന മറ്റൊരു മെത്തേഡിനെയാണ് നമ്മൾ ഡി എക്സിന് എഴുതും. വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ആർ റെപ്രസെന്റഡ് ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് എന്നൊക്കെ പറയും, ഡിഫറൻഷ്യൽ എന്നൊക്കെ പറയും. ഡി എക്സ് കേട്ടിട്ടുണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ ഇല്ല. അപ്പൊ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാല് ഫോഴ്സ്, ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഫോഴ്സിനെ ഓരോ ഡി എക്സ് കൊണ്ടും ഗുണിക്കണം. അപ്പൊ എങ്ങനെയാവും? എഫ് ഡോട്ട് എസ് അല്ലേ, എഫ് ഡോട്ട് ഡി എക്സ് എടുക്കണം. അങ്ങനെ എവിടെ മുതൽ എവിടം വരെ ചെയ്യണം? X1 മുതൽ X2 വരെ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇന്റഗ്രൽ X1 to X2 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എഴുതാം. ദാറ്റ് ഈസ് ദ വർക്ക് ഇൻ ദ കേസ് ഓഫ് എ വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വേരിയബിൾ ഫോഴ്സ് മൂലമുണ്ടാകുന്ന കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല.
സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അടിയിലത്തെ ഏരിയ കണ്ടാൽ മതി. അപ്പം എന്നാ ചെയ്യും, ഓരോ സ്ട്രെയിറ്റ് ലൈൻ ആയ പീസിൻ്റെയും ഏരിയ കണ്ടിട്ട് മൊത്തം കൂട്ടിയെടുക്കുക. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഇതിന്ന് വായിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് എന്നാണ്, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ് എന്ന് വായിക്കും. ഓരോന്നിൻ്റെയും അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സമ്മേഷൻ ഇട്ട് എഴുതാം. ശരിയല്ലേ? കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ സം മോട്ടോ സം കൊടുത്ത് എഴുതാം. x1 to x2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിയാലും സെയിം തന്നെ. ഈ എഫിന്റെ ചോട്ടി എക്സ് എഴുതുന്ന പകരം എഫ് ഓഫ് എക്സ് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് ഓൾസോ ബി ഈക്വൽ ടു ഇന്റഗ്രൽ x1 to x2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ ആണ്, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ചുമ്മാ ഗ്രാഫിന്റെ ഏരിയ കാണുക. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചേഞ്ച് ഇൻ ഫോഴ്സ് ആണെങ്കിൽ ഓരോ സ്ട്രെയിറ്റ് ലൈൻ ആയ സ്ട്രിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക. അതിലൊരു സ്ട്രിപ്പിന്റെ വീതി എന്ന് പറയുന്നത് ഡി എക്സ് ആണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എവിടം മുതൽ എവിടം വരെയും x1 ദാറ്റ് ഈസ് എ ഇനിഷ്യൽ പോയിന്റ്, ഇനിഷ്യൽ മുതൽ ഫൈനൽ പോയിന്റ് വരെ എഴുതിയിട്ട് എഫിന്റെ അല്ലെ വർക്കിന്റെ ഇക്വേഷൻ കൊടുക്കുക. സോ ഇന്റഗ്രൽ വായിച്ച കാർത്തി, W is equal to integral of x1 to x2 integral of x1 to x2 f of x dot dx. വെരി ഗുഡ്. അതിനെയാണ് നമ്മൾ ഓവറോൾ സമ്മേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെയും കൂടി എഴുതും, വേണേ അതും കൂടെ കണ്ടിരുന്നു. സമ്മേഷൻ ഓവർ x1 to x2 എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നല്ലേ എഴുതിയേ. ഈ ഡെൽറ്റ എക്സ് വളരെ ചെറുതായതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയും. ഡെൽറ്റ എക്സ് വളരെ ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇങ്ങനെ എഴുതിയാലും അത് ശരിയാണ്. അപ്പൊ എങ്ങനെ വേണേലും എഴുതാം. പക്ഷെ ഇന്റഗ്രേഷന്റെ സൈൻ അല്ലെങ്കിൽ സമ്മേഷൻ ഓവർ x1 to x2 ചോട്ടില് ലിമിറ്റ് ഡെൽറ്റ, അപ്പൊ ഇതിന്റെ ചോട്ടിലും ലിമിറ്റ് ഇടണം. അപ്പൊ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക, ഈ ഇക്വേഷൻ ആണ് മുഴുവനായിട്ട് എഴുതിയത്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയെടുത്തേക്കുക. ഇന്റഗ്രൽ x1 to x2 എഫ് ഓഫ് എക്സ് ടി എക്സ് or that is equal to summation over x1 to x2 limit delta x tends to 0 f of x dx. എന്നാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞേ ശ്രീലക്ഷ്മി, പറയാവോ? ശ്രീലക്ഷ്മി ഉണ്ടോ? പോയോ? ശ്രീലക്ഷ്മി പറഞ്ഞേ. ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും കർവിൽ നിന്ന് വർക്ക്? കാർത്തി പറഞ്ഞേ. integral of x1 to x2 f of x dot dx. അതെങ്ങനെയാന്നാ പറയണത്? നമ്മളുടെ കർവിന് നമ്മൾ എന്നാ ചെയ്യണം? സ്ട്രെയിറ്റ് ലൈൻ ആയ പല പല സ്ട്രിപ്പുകളാക്കി മാറ്റും, കഷ്ണങ്ങളാക്കി മാറ്റും. ഓക്കെ. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ സ്ട്രിപ്സ് ആക്കി മാറ്റി വെച്ച് എല്ലാത്തിന്റെ ഏരിയ എന്നായും കൂട്ടിയെടുക്കും. ടേക്ക് ദ സം ഓഫ് ഏരിയ ഓഫ് ഈച്ച് സ്ട്രിപ്സ്. എല്ലാ കഷ്ണങ്ങളുടെയും സമ്മേഷൻ കൂട്ടിയെടുത്ത് കഴിയുമ്പം നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. എഴുതിയെടുക്ക്, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രാഫിക്കലായിട്ട് തന്നിരിക്കുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. എന്നുവെച്ചാൽ ഏറ്റവും ആവശ്യം അതാണ്. നിങ്ങൾക്ക് ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതാൻ നിങ്ങൾ പഠിക്കില്ല എന്നതാണ് നമുക്ക് +1 +2 വരുമ്പോൾ ഉള്ള പ്രശ്നം. 2014 മാർച്ച് ചോദിച്ച ചോദ്യമാണ് തരാൻ പോകുന്നത്. തന്നെ ഉത്തരം എഴുതണം. 2014 മാർച്ച് ചോദ്യം ഇതാണ്. ഒരു ടേബിൾ തന്നിരിക്കുക. ഓക്കെ. ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ, ടേബിൾ ഇതാണ്, ഫോഴ്സ് തന്നിരിക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നു.
പല ഫോഴ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റുകൾ തന്നിരിക്കുക. ഫോഴ്സ് 2 ന്യൂട്ടൺ ആയപ്പോൾ 2 1 4 2 4 6 8 10 1 2 3 4 5. കണ്ടോ? ചോദ്യം ചോദിക്കാൻ പോവാണ്. ക്വസ്റ്റ്യനെ ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഞാൻ കൊച്ചിനെ ക്ലാസ്സിൽ കയറ്റി കേട്ടെ കയറി നോക്കണം. ബി, how can you find out the work done from the above graph? How can you, മനസ്സിലായി? നമ്മൾ അങ്ങനെ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ലേ. How can you find the work done from the above graph? From this graph എന്ന് കൊടുക്കാം. ഓപ്ഷൻ സി, ക്വസ്റ്റ്യൻ നമ്പർ സി. ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്. ഓപ്ഷൻ സി, സജസ്റ്റ് എനി 2 സിറ്റുവേഷൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച. സജസ്റ്റ് എനി 2 സിറ്റുവേഷൻ in which work is equal to 0. Question number D, അതിന് ഒരു മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ ഡി 2 മാർക്കിന്റെ ചോദ്യം. നോക്കിയേ, ഒറ്റ ചോദ്യം തന്നെ. നമുക്കിപ്പം ആ ഗ്രാഫ് വരയ്ക്കാൻ അറിയത്തില്ലേ, ആ തിയറി അറിയത്തില്ലേ, മുഴുവൻ മാർക്കും പോകും. അതിന്റെ ഉത്തരം എഴുതാനേ പറ്റില്ല. എ ബോഡി ഈസ് pushed with a force 5 Newton. A body is pushed with a force, ചോദ്യം എഴുതിപ്പോ ഒരു 5 Newton for 2 seconds along a frictionless track. Along a frictionless, ഫ്രിക്ഷന്റെ ഇൻഫ്ലുവൻസ് ഇല്ല, frictionless track. ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് അതിന്റെ ഗ്രാഫ് തന്നിരിക്കുകയാണ്. ഗ്രാഫ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ. ഇവിടെ എന്താ ഇങ്ങനെ ട്രയാങ്കുലർ ആയിട്ട് വന്നേച്ച് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകും. ഇവിടം വരെയുള്ളത് തന്നിരിക്കുകയാണ് 0.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് വെലോസിറ്റി തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ 2 സെക്കൻഡ് എന്നുള്ള ടൈം. ക്വസ്റ്റ്യൻ ഇനി ഇതാണ്, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ്? രണ്ട് മാർക്ക്. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ആദ്യം ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ തന്നിരിക്കുന്നു. ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂവിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൽ നിന്ന് വർക്ക് ഡൺ എങ്ങനെയാണെന്നാ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. വർക്ക് 0 ആകുന്ന 2 കേസുകൾ എഴുതുക. പിന്നെ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ഗ്രാഫ് വന്നിരിക്കുന്ന അതിനകത്തുനിന്ന് 2 സെക്കൻഡ് വരെയുള്ള വർക്ക് കണ്ടുപിടിക്കുക. ഓരോന്നിന്റെ ആൻസർ ചെയ്തേ കാർത്തി. ആൻസർ പെട്ടെന്ന് ചെയ്തേ. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പറയണം, സമയം കളയരുത്, പെട്ടെന്ന് ചെയ്യണം. എല്ലാം ഇപ്പൊ പഠിപ്പിച്ച ആ ഒരു തിയറിയും ഉള്ളതാ ഞാൻ പറഞ്ഞ.
ഏരിയ അണ്ടർ ദ കർവ് വർക്കാന്ന് മാത്രം പറഞ്ഞു, പക്ഷെ ചോദ്യം ഇങ്ങനെയാ വരുന്നത്. ആദ്യം ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കണം, രണ്ടാമത് വർക്ക് ഡൺ കാണാൻ ഈ ഗ്രാഫിന്റെ അകത്തുള്ളതാ ഇത്ര ഏരിയ കാണും. ഇവിടുന്ന് ഇതിങ്ങ് മുട്ടിക്കുമ്പം ഈ ആക്സിൽ ഇത് 5 അല്ലേ, ഈ ആക്സിൽ ഇത് എവിടം വരെയുണ്ട്? 10 വരെയുണ്ട് അല്ലേ. അപ്പൊ ഇതൊരു ട്രയാങ്കിളാ. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പൊ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 10, 5 50/2, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്. എഫ് എസ് അല്ല, ന്യൂട്ടൺ എസ്, ന്യൂട്ടൺ സെക്കൻഡ്. കണ്ടോ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ എന്നാ ചെയ്യും? നിങ്ങൾ ഒരെണ്ണത്തിന്റെ എ എഴുതാതെ ബി എഴുതത്തില്ല. സി കഴിഞ്ഞ ദിവസം പറഞ്ഞ ചോദ്യ. ഏതൊക്കെയാണ് രണ്ട് സിറ്റുവേഷൻ വർക്ക് 0 ആകുന്ന രണ്ട് സിറ്റുവേഷൻ പറ. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം, അല്ലെങ്കിൽ എഫും നന്നായിട്ട് പറയണം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആകാം. ഇന്നത്തെ ചോദ്യമാണ് ക്രൂഷ്യൽ ചോദ്യം. ഓപ്ഷൻ ഡി 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് പറയുന്നത്. നന്നായിട്ട് ചോദ്യത്തിലോട്ട് ചോദിക്കുക, ഓരോ വാക്കും വേണം. എ ബോഡി ഈസ് പുഷ്ഡ് വിത്ത് എ ഫോഴ്സ് 5 ന്യൂട്ടൺ. എഫ് എത്രയാ തന്ന്? 5 ന്യൂട്ടൺ. 2 സെക്കൻഡ് വരെയുള്ള കണ്ടുപിടിക്കാനേ പറഞ്ഞുള്ളൂ. ഫോർ 2 സെക്കൻഡ്. ഇപ്പൊ ടൈം എത്ര തന്ന്? 2 സെക്കൻഡ്. ഇനി പടത്തിൽ നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോന്ന്? പടത്തിന്റെ വൈ ആക്സ് എന്നാണ്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്നതാടോ? അതൊക്കെ അറിയണം. മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എത്രയാന്ന് തന്നിട്ടുണ്ട്? 0.5 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോഴ്സ് കാണാൻ വേണ്ടി എന്നൊക്കെ വേണം? അല്ല, ഫോഴ്സ് അല്ല, വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് വർക്ക് കാണാൻ എന്നൊക്കെ നമുക്ക് വേണം? ഫോഴ്സ് ഇൻറ്റു എസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് വേണം അല്ലേ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടോ? പകരം എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റിയും സമയവും തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 2. എത്രയായി? 1 ആയി അല്ലേ. 1/2 ഇൻറ്റു 2 1 മീറ്റർ ആയി. ഇനി ഞാൻ പറയണത്, ഇപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, ഇതിനകത്തുള്ള ഫോഴ്സും കിട്ടി, 5 ന്യൂട്ടണും കിട്ടി. ഇനി ഇത് ഏത് ഷേപ്പാ? ഇത് ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം. ഇത് ട്രയാങ്കുലർ ഷേപ്പ് ആകുമ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്നാണ്? ഹാഫ് ബി എച്ച്. അപ്പൊ എത്രയാവും? ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയുമ്പം ഏതാണ്? സമയത്തിന് പകരം എന്നാ കൊടുക്കണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കണം. ഫോഴ്സ് എത്രയാണ് തന്നിട്ടുണ്ട്? ഹാഫ് ഇൻറ്റു ഫോഴ്സ് എത്രയാണ്? 5 ഇൻറ്റു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ഓക്കെ, ഒന്ന് നോക്കിക്കോട്ടെ. ഏതായിരുന്നു ചോദ്യം? 2014 മാർച്ച്. ചോദ്യം മൊത്തമായില്ലായിരുന്നു. 5 ന്യൂട്ടൺ അല്ലേ തന്നെ ഞാൻ. കുഴപ്പമില്ല. അപ്പോൾ ചോദ്യത്തെ 3 ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പൊ 5 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു നമ്മുടെ? 1.
അപ്പൊ എത്രയായി 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 വർക്കിന്റെ ന്യൂട്ടൺ സെക്കൻഡ്. അങ്ങനെ സെക്കൻഡ് എഴുതിയ മുമ്പേ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ യൂണിറ്റ് എങ്ങനെയായിരിക്കും? ന്യൂട്ടൺ മീറ്റർ അല്ലേ. നിങ്ങൾ ഇവിടെ വേണം സെക്കൻഡ് എഴുതിയപ്പോ ഒന്നും മിണ്ടാന്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേടോ. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ അല്ലേ. കണ്ടോ ചോദ്യം വരുന്നത് എങ്ങനെയാന്ന്? ഇതിനാകെ തിയറി എന്തേ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചുള്ളൂ? ഒരു കാര്യമേ പഠിച്ചുള്ളൂ. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്, ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും, വർക്ക് എന്ന് പഠിച്ചു. പക്ഷെ ചോദ്യം തന്നെ അത് കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാനിത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന്റെ മുഴുവന്റെ ഉത്തരം ചെയ്യുമോ? നേരെ പറയാവൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്തു തരാൻ നമുക്കോ, നിങ്ങളുടെ കുഴപ്പമില്ല, ഇത് ചെയ്തു തരാൻ നമുക്കോ ടീച്ചേഴ്സിനോ ഒന്നും സമയം കാണില്ല. നിങ്ങൾ ഈ വലിയ എസ്ഐയും മറ്റേ ബാങ്ക് റോഡിന്റെ എസ്ഐക്ക് എഴുതി പഠിച്ചോളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് വെലോസിറ്റി കാണുക, ഒരു ചോദ്യം ചോദിക്കുക, അല്ലെ ഏതാണ്ട് 9 പ്രാവശ്യം കാണ്ടി ചോദിച്ചു കാരണം അതിന്റെ ഒരു എസ്ഐ ചോദിക്കുക, അങ്ങനെയുള്ള അല്ലാത്ത ഒരു ഡെറിവേഷനും നേരിട്ട് ചോദിക്കുകയില്ല. ഈ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാണ് നിങ്ങൾ 2 സിറ്റുവേഷൻ വർക്ക് 0 ആകുന്നതും പഠിച്ചത്. ഇപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചത്, ഏരിയ കാണാൻ പഠിച്ചത്, സ്പെഷ്യൽ ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏരിയ കാണാൻ പഠിച്ചത്. ഇത് അറിയത്തില്ലാതെ പരീക്ഷയ്ക്ക് ചെന്ന ഈ ചോദ്യം മറ്റൊരു രീതി, ഇതിങ്ങനെ തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഇരിക്കും എക്സും വൈയും മാത്രം വരച്ചോണ്ട്. കുറ്റപ്പെടുത്തലല്ല കേട്ടോ ഇതൊന്നും. അതുകൊണ്ടാണ് കുട്ടികളെ പറയണേ, ഒന്ന് വന്നേക്കണേ ഈ വഴിയൊക്കെ. വെച്ചാൽ ഞാൻ 10-14 ബാച്ച് ഓഫ് സ്റ്റുഡൻസിനെയായി ഇത് കാണാൻ തുടങ്ങി. സോ ബി വെരി കെയർഫുൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്ത ആൻസർ ഇവിടെ പഠിപ്പിക്കാനുണ്ട്. ഇനി ലക്ഷ്മി വേണേ പൊക്കോ. ആൻസർ പറയുന്നത് തന്നിക്കോടെ ഡിസ്കസ്. നിങ്ങൾ ഓവർ ഇത് അത്ര മോശമല്ല, നിങ്ങളൊരു എബോവ് ആവറേജ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചോദ്യം എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാവുന്ന അറിവ് വെച്ച് ചെയ്യും. അതുകൊണ്ടാകട്ടോ ഈ വൈകിയ വേളയിലും താൻ അവിടെയാന്ന് പറഞ്ഞപ്പോഴും വിളിച്ചു വരുത്തിയേ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ബൈ ബൈ. സമയം പോയോ? ഇല്ല. സമയം പോയില്ലേ, അവിടെ ഇരുന്നു. എന്നാ പിന്നെ എനർജിയുടെ എക്സ്പ്രഷനോട് പഠിച്ചിട്ട് പോരാ. ഡിസ്കസ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് എനർജി. എനർജി എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, എനർജി എന്ന് പറയുന്നത് വർക്കിന് ഇക്വലന്റ് ആണ്. അത് വർക്കിന് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞത് 1ാം ചാപ്റ്ററിൽ വെച്ചാണ്. രണ്ടിന്റെയും ഡയമെൻഷൻ എത്രയാണ്? എല്ലിന്റെ പവർ എത്രയാ? 1 ഉള്ളോ? നോട് നോക്കിയേ. ml². ml² കണ്ടോ? ഇപ്പോഴും അവിടെ ഇരിക്കുക. ഏത് 1ാം ചാപ്റ്റർ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ml² T⁻². ഏതെങ്കിലും ഒരു എനർജിയുടെ ചെയ്ത് നോക്കിയോ. ½ mv². ½ mv² ഏത് ഇക്വേഷനാ? ഏത് എനർജിയാ? കൈനറ്റിക് എനർജി. അപ്പൊ ഹാഫിന് ഡയമെൻഷൻ ഇല്ല. എമ്മിന്റെ ഡയമെൻഷൻ എന്നാണ്? എം. വെലോസിറ്റി ഡയമെൻഷൻ എന്നാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ എത്രയാകും? ml² മോളിൽ T⁻². കണ്ടോ, തന്നെ ചെയ്തു നോക്കാനുള്ളതേ. ഇനി വർക്കിന്റെ നമ്മൾ ചെയ്തായിരുന്നു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ എത്രയായിരുന്നു? അതും അറിയത്തില്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ്, അതേ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. മാസിന്റെ എത്രയാ? എം. ആക്സലറേഷൻ എത്രയാ? ആക്സലറേഷൻ ഞാനാ വെലോസിറ്റി ബൈ ടൈം അല്ലേ? വെലോസിറ്റിയുടെ എത്രയായിരുന്നു? L/t അല്ലെങ്കിൽ L⁻⁻1/t. അപ്പൊ എത്രയാകും? L⁻⁻2 ആകും. L⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ L. അപ്പൊ എത്രയായി?
ml square t raised to minus 2. കണ്ടോ ചോദ്യം തന്നെ കണ്ടോ? ഈ മൾട്ടിപ്പിൾ ടേബിൾ എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഡയമെൻഷൻ കിടക്കും. ചില വർഷം മൊത്തം ചോദിക്കുന്നതാ, മറ്റേ ഓരോന്നിന്റെ ഡയമെൻഷൻ ഏതാന്ന്. ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം. ഇനി mgh എന്ന് പറഞ്ഞാൽ എന്നാണ്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഡയമെൻഷൻ എത്രയാണ്? എമ്മിന്റെ എം. ജി എന്ന് പറഞ്ഞ ആക്സലറേഷന്റെ തന്നെ എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ഹൈറ്റ് ടു എൽ തന്നെ എത്രയായി? ml square t raised to minus 2. So the work and the energy എല്ലാത്തിന്റെയും ഡയമെൻഷൻ ഏതാണ്? ml square t raised to minus 2. So we can say that the work is equivalent to energy. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, വർക്ക് ഈസ് ഇക്വലന്റ് ടു എനർജി. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? യെസ് ഓർ നോ? ഒരു മാർക്ക് കിട്ടും. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? യെസ്. വൈ? വൈ? എന്തുകൊണ്ട്? ഡയമെൻഷൻ. വർക്ക് ആൻഡ് എനർജി ഹാസ് സെയിം ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ഇത് ചെയ്തിടണം. ഇതിപ്പോ ഞാനിവിടെ പഠിപ്പിച്ചത് ഇവിടെ പഠിപ്പിക്കാനാ കേട്ടോ. എനർജി എത്ര തരമുണ്ട്? 2 തരമുണ്ട്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സാധനമാണ് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ, എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഞാൻ വിചാരിക്കട്ടെ, ഒരു വസ്തു ലീനിയർ മോഷൻ, ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ അതിനുണ്ടാകുന്ന കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ? ഒരു സൈക്കിളിന്റെ ടയർ റോഡിലൂടെ ഉരുട്ടി വിട്ടാൽ അതിന് കിട്ടുന്നത്, നേരെയുള്ള റോഡിലൂടെ ഉരുട്ടി വിട്ടാൽ അതിന് കിട്ടുന്നത് കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ? കൈനറ്റിക് എനർജി. കാരണം എന്നാണ്? പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്നാണ്? എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു ഹൈറ്റ് എടുത്തുയർത്തിയാൽ മാത്രമേ എന്തുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. അല്ലെ ഒരു സിമ്പിൾ പെൻഡുലം ആടുവാണെങ്കിൽ ഇവിടുന്ന് ആടി ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് ഇവിടുന്ന് തിരിച്ചിങ്ങനെ ആടി ഈ ഹൈറ്റ് വരുമ്പോഴും ഈ ഹൈറ്റ് വരുമ്പോഴും അതിന് എന്ത് മാക്സിമം ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഈ പോയിന്റ് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ ചോദിക്കും. ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. കൈനറ്റിക് എനർജി എവിടെയാ മാക്സിമം? ഇക്വിലിബ്രിയം പോയിന്റിലായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം. ഏറ്റവും ഹൈറ്റ് കൂടുന്നിടത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ മാക്സിമം? പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ? കൈനറ്റിക്. സോ എനർജി ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ. ഇനി പറയാണ്, ഒരു വസ്തു റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി v ആയിരുന്നു, അതിന്റെ ആക്സലറേഷൻ a ആയിരുന്നു, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് s ആയിരുന്നെങ്കിൽ v സ്ക്വയറിന്റെ ഇക്വേഷൻ പറഞ്ഞ v സ്ക്വയർ ഈസ് ഈക്വൽ ടു എടോ ഇക്വേഷൻ ഓഫ് മോഷൻ 3 എണ്ണം ഇല്ലേ? ഇക്വേഷൻ ഓഫ് മോഷൻ ഏതൊക്കെയാണ്? ചാപ്റ്റർ നമ്പർ 2 പഠിച്ചതല്ലേ ഇക്വേഷൻ ഓഫ് മോഷൻ. v ഈക്വൽ ടു u പ്ലസ് at, v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് അല്ലെ v0 സ്ക്വയർ പ്ലസ് 2as എന്ന് പഠിച്ചതല്ലേ? ഇനി പറയുവാണ്, ഈ ബോഡി റെസ്റ്റിൽ നിന്നാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ u എത്രയായിരിക്കും? 0 ആയിരിക്കും. വെരി ഗുഡ്. അപ്പൊ v സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാകും? 2as എന്ന് മാത്രമായി അല്ലേ? അതിനകത്ത് നമുക്ക് ആക്സലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ആവും അല്ലേ? ആക്സലറേഷന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഞാൻ വർക്ക് ഇക്വലന്റ് ടു എനർജി ആയതുകൊണ്ട് വർക്കിന്റെ ഇക്വേഷൻ എഴുതുക. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എം ഇൻറ്റു എ എത്ര കിട്ടി? v സ്ക്വയർ ബൈ 2s ഇൻറ്റു എസ്. 2 എസും വെട്ടിക്കളയാലോ.
എത്ര കിട്ടി? That is equal to half mv². എളുപ്പം നോക്കി. കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ v² is equal to u² plus 2as. റെസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പം u0 a കണ്ടുപിടിച്ച് വെക്കുക. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് m ഇൻറ്റു എയുടെ വാല്യൂ v²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു എസും ക്യാൻസൽ ആയി പോകും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു half mv². ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി. എഴുതിയെടുത്തേ. ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ ചെയ്ത ഡെറിവേഷൻ ഇങ്ങനെ തന്നെ എഴുതി തരുന്നതല്ലേ? ഈ ചാപ്റ്റർ എത്തിയായിരുന്നോ? ചോദ്യത്തിലോട്ട് ചെയ്യുന്നോണ്ട് മടിയൊന്നുമില്ലല്ലോ. വർക്ക് എനർജി തിയറം നമ്മൾ പ്രോബ്ലത്തിലൂടെയും ചോദ്യത്തിലൂടെയും ചെയ്യുന്നു. മനസ്സിലായോ? അയ്യോ നല്ല പാട്. 2015 മാർച്ച്. അതിന്റെ ഉത്തരം എനിക്ക് തന്നെ അറിയാവുന്ന സംശയമുണ്ട്. 2015 മാർച്ച്. അപ്പൊ ഹെഡിങ് എഴുതിക്കോ, വർക്ക് എനർജി തിയറം. ചോദ്യം എ തന്നെ ചെയ്യണം. The work done in sliding a load. The work done in sliding a load is dash with respect to the frictional force. എ ബി സി അവിടെ എഴുതേണ്ടത് തന്നിട്ടുണ്ട്. പോസിറ്റീവ് ഓർ സീറോ ഓർ നെഗറ്റീവ്. ചോദ്യം വായിച്ചേ കാർത്തി. The work done in a sliding The work done in a ഒന്നുമില്ലല്ലോ. The work done in sliding a load is dash with respect to the frictional force. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ മലയാളം മീഡിയം ആയിരുന്നോ? മറന്നുപോയി. English. അതിന്റെ അർത്ഥം എന്നാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു. ഇത് വന്നോ 2015 മാർച്ച്. എഴുതിക്കോ അതിന്റെ മുകളിൽ. വർക്ക് എനർജി തിയറം 2015 മാർച്ച്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്. നേരിട്ട് ചോദിക്കുകയല്ല. ചോദ്യം മനസ്സിലായാലേ നമുക്ക് വർക്ക് എനർജി തിയറം എഴുതണ്ടേന്ന് അറിയത്തുള്ളൂ. ഉത്തരം പറ. ഞാൻ കഴിഞ്ഞ ദിവസം കുടം കമത്തി വിടുന്ന് വെള്ളം ഒഴിച്ചോണ്ടിരുന്ന പോസിറ്റീവ്. അതാരാ പറഞ്ഞേ? വെരി ഗുഡ്. അതാരാ പറഞ്ഞേ?
ഞാൻ എന്ന് ലക്ഷ്മി പറഞ്ഞാരാ? ലക്ഷ്മി. ഫോർ ലക്ഷ്മി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? 0 എന്ന ആർക്കെങ്കിലും ഉണ്ടോ? ശ്രീലക്ഷ്മി ഇതിനകത്തുണ്ടോ? ശ്രീലക്ഷ്മി, താൻ എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞാടോ. താൻ ചെയ്യുന്നതും താൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കൊന്ന് അറിയാനാ. ഹലോ, ഈ കൊച്ചിനോട് ഇത് ചോദിക്കുമ്പോൾ കൊച്ചു പുറത്തു പോകണം. പോട്ടെ, എതിരാന്നാ പോട്ടെ. ലക്ഷ്മിയുടെ റേഞ്ചും പോയോ? പുറത്ത് പോയോ? കാർത്തി പറഞ്ഞ ഒരു ഉത്തരം. താൻ പരീക്ഷയ്ക്ക് ഏത് എഴുതി വെക്കുക? എന്നാൽ ഓർമ്മ എഴുതണല്ലോ. നെയിം പരീക്ഷയാണ് ഓർക്കുക. നെഗറ്റീവ്. നെഗറ്റീവ് ഫോർ കാർത്തി. ദ ആൻസർ ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ടാ കാർത്തി? ഞാൻ ചുമ്മാ ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു സാധനം താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് വരുമല്ലേ? സ്ലൈഡ് ചെയ്യുന്ന സാധനം എങ്ങോട്ടാ വന്നെ? കീഴോട്ട്. വിത്ത് റെസ്പെക്ട് ടു എന്നാന്നാ ചോദിച്ചേ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ ഇങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് എങ്ങോട്ടായിരിക്കും മോഷന്? ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. ലക്ഷ്മിക്ക് മനസ്സിലായോ? ക്ലാസ്സിൽ വന്നത് നന്നായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ ബി. അതൊരു വളഞ്ഞ രീതിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് എനർജി തിയറം. പ്രൂവ് ദ വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ്. പ്രൂവ് വർക്ക് എനർജി തിയറം. എനിക്ക് തോന്നുന്നു ടീച്ചർ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. എഴുതി തന്നിട്ടില്ലേ? അത് എഴുതി തരാന്നേ. അത് വളരെ സിമ്പിൾ ആണ്. വർക്ക് എനർജി തിയറം എഴുതി തരാനൊന്നുമില്ല. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, കണ്ടോണം ഞാൻ എഴുതുന്ന സ്റ്റെപ്പ്, നമ്മൾ മുമ്പേ എഴുതിയ സ്റ്റെപ്പ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വിനെ യുവിനെ ഒരു വശത്തോട്ട് കൊണ്ടുവന്ന വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഒരു m/2 കൊണ്ട് രണ്ട് വശത്തും ഗുണിക്കുക. അത് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് വരണം. അതങ്ങ് ഓർത്താൽ മതി കേട്ടോ. ഹാഫ് എം വി സ്ക്വയർ ആകും. അപ്പം ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം 2as. പരിപാടി ആയിരുന്നു. പോളക്കാൻ എളുപ്പമായത്. ഇത് രണ്ടും വെട്ടിപ്പോയി. പിന്നെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ. ഇനി എം ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്നാ? ഫോഴ്സ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എന്നാ? വർക്ക്. തീർന്നു. പരിപാടി തീർന്നു. ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാ? കൈനറ്റിക് എനർജി ഓഫ് ദ ഫൈനൽ മൈനസ് ഹാഫ് എം യു എന്നാ? ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? കൈനറ്റിക് എനർജി ഓഫ് ദ ഇനിഷ്യൽ. ഇവിടെ ഒരു എനർജി കൈനറ്റിക് എനർജി ഓഫ് ദ ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക്. അതായത് ചെയ്ത വർക്ക് മുഴുവൻ എന്തായിട്ട് മാറി? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? വർക്ക് എനർജി തിയറം. ഉണ്ടോ? ചോദ്യമായിട്ട് വെച്ച് പഠിക്കുമ്പോൾ നോക്കി. ഇല്ല നമ്മൾ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം അങ്ങനെ മാത്രം ഓർത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുവാണ്, ദ ടോട്ടൽ വർക്ക് ഈസ് കൺവേർട്ടഡ് ടു എനർജി ഓഫ് എനർജി എന്ന് തെളിയിക്കാൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് ദ ഇനിഷ്യൽ നിർത്തിയാൽ മതി. എന്നാ ഒരു ഹോംവർക്ക് തരട്ടെ. നന്നായിട്ട് ബുദ്ധിപൂർവം ചെയ്യണം. എങ്ങും നോക്കി ചെയ്യരുത്. നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ സി. എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. മോട്ടറാണ്. ഇപ്പൊ ആദ്യത്തിന് 1 മാർക്ക്, ഇതിന് 2 മാർക്ക്, ഇന്നത്തേന് 2 മാർക്കാണ്. of a building can pump water to fill a tank
ഓഫ് വോളിയം തന്നു 30 മീറ്റർ ക്യൂബ്. ഈ തന്ന ക്വാണ്ടിറ്റി തന്നെ പെറുക്കി എഴുതിയാൽ പിന്നെ എന്നാ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇൻ 15 മിനിറ്റ് if the tank is 40 meter above from the ground, and its efficiency is 30%. How much electric power? ഇത് വർക്കിന്റെ ഒക്കെ ചോദ്യമാണെന്ന് തോന്നുന്നു. കണ്ടു നമ്മൾ അന്തം പെട്ടിരിക്കുമല്ലോ. How much electric power is consumed by the pump? എന്നതായിരിക്കും തന്നിട്ടുള്ളത്? വോളിയം തന്നിട്ടുണ്ടല്ലേ, 30 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. പവർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. അപ്പൊ മുകളിലോട്ട് ഇവിടെ അടിക്കുന്നത് കൊണ്ട് mgh അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ബൈ ടൈമാണ്. പൊട്ടൻഷ്യൽ എനർജി കാണാൻ m വേണം, g വേണം, h വേണം. h തന്നിട്ടുണ്ട്, m അറിയത്തില്ല. മുപ്പത് വോളിയം തന്നിട്ടുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് അറിയായിരിക്കും. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയാവോ? 1000 കിലോഗ്രാം പെർ മീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാം അല്ലേ? മാസ് ബൈ വോളിയാണ് എന്ത്? ഡെൻസിറ്റി. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എം കണ്ടുപിടിക്കാൻ പറ്റും. എം എന്ന് പറയുമ്പോൾ എത്ര വരും? 30 × 1000. അപ്പം 30 കഴിഞ്ഞ് 3 0 എഴുതണം, അല്ലെങ്കിൽ 3 × 10⁴ എഴുതാം. മാസ് കിട്ടി. ജി എത്രയാണ്? 9.8. എച്ച് എത്രയാണ്? എച്ച് തന്നാ? എച്ച് തന്നിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ, 40 മീറ്റർ. 40. ഇത് മൂന്നും ഗുണിച്ചാൽ എന്നാ കിട്ടും? എനർജി ആയി. ടൈം തന്നിട്ടുണ്ടല്ലോ 15 മിനിറ്റ്. അപ്പൊ 15 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്, 900 സെക്കൻഡ്. ഇത് എത്രയാകും? 3 × 10⁴ × 9.8 × 40 ഡിവൈഡഡ് ബൈ 900. അതല്ലേ പവർ? അപ്പൊ അതിനൊരു ഉത്തരം കിട്ടും, പവർ കിട്ടും. കിട്ടുന്നത് ഏകദേശം 1.3 × 10⁴. പവറിന്റെ യൂണിറ്റ് എന്നാടോ? പത്തി പഠിപ്പിച്ചാ ഞാൻ പവറിന്റെ യൂണിറ്റ്. അയ്യോ, പവറിന്റെ യൂണിറ്റ് വാട്ട്. മിണ്ടരുത്, എനർജി ജൂള്, വാട്ട്. പവർ കണ്ടുപിടിച്ച് ഇനി പറയാൻ ഇതിന് എത്ര പവറേ ഉള്ളൂ? 30% ഉള്ളൂ. അപ്പം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 30% എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ
100-ൽ 30% എഫിഷ്യൻസി ഉള്ളു. അപ്പം 1.3 ഇൻറ്റു 10⁴ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30 ചെയ്യണം. എത്ര കിട്ടും? 4.36 ഇൻറ്റു പോയിന്റ് ആണ് 4.36 ഇൻറ്റു 10⁴ വാട്ട് മിനിറ്റ്. കണ്ടോ, നോക്കിക്കേ എന്നാ ചോദ്യാ നോക്കിക്കേ, ഇങ്ങനെയാ ചോദ്യം വന്നെ. അപ്പൊ പവർ എന്ന് പറഞ്ഞാല് വർക്ക് ബൈ ടൈം ഓർ എനർജി ബൈ ടൈം. ഹൈറ്റിലോട്ടായപ്പം പൊട്ടൻഷ്യൽ എനർജി ആണ് ആദ്യം അറിയണം അല്ലേ? എന്തൊക്കെ കാര്യം അറിയണം? നമ്മളിവിടെ കുറെ കാര്യം അറിയണം. ആദ്യം പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് അറിയണം, അത് mgh ആണെന്ന് അറിയണം. വോളിയം തന്നു കഴിഞ്ഞാൽ ആലോചിക്കണം, ജി അറിയാം, എച്ച് അറിയാം, എം എങ്ങനെ കാണും? മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റിക്ക് അതിന് മാസ് കണ്ടുപിടിക്കും. അപ്പം നമുക്ക് എനർജി കിട്ടി. പിന്നെ പവർ എന്ന് പറഞ്ഞാൽ എന്നാ? ഈ എനർജി ബൈ ടൈം കിട്ടി. പവർ കണ്ടുപിടിച്ചാൽ അതാണ് ആ മോട്ടറിന്റെ മൊത്തം പവർ. പക്ഷെ 30% വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ കിട്ടിയ പവറ് ഇൻറ്റു 100-ൽ 30. പെർസെൻറ്റേജ് കാണുമ്പോഴാണ് 30/100. പെർസെൻറ്റേജിന് തിരിച്ചു മാറ്റാൻ 100/30 ചെയ്യണം. ഇത്തരായി. നല്ല എളുപ്പമല്ലേ ഇപ്പൊ ചിന്തിക്കുമ്പം? ചോദിക്കട്ടെ ഞാൻ, നിങ്ങൾ തന്നെ ചെയ്യുമായിരുന്നോ ഇത്? ഇല്ല. ഇല്ല. നിങ്ങൾക്കറിയാലോ ഈ പറഞ്ഞ സാധനം എല്ലാം. മാസ് എന്നാന്നറിയാം, വർക്ക് എന്നാന്നറിയാം, എനർജി എന്നാന്നറിയാം, പവർ എന്നാന്നറിയാം, കാണാപ്പാടം എല്ലാം അറിയാം. ചോദ്യം ചെയ്യാൻ പറ്റുമോ? സോ ബി വെരി കെയർഫുൾ. ഇറ്റ് വാസ് എ വെരി നൈസ് ക്ലാസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്ന ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇവിടം കൊണ്ട് നിർത്താം. എഴുതിയെടുത്തോ.